ഹലോ. ഹലോ. എന്താണ് മാവേ? എന്ത്? അല്ല, വിളിച്ചിട്ടൊന്നും അനക്കൊന്നും ഇല്ലേ? നമ്മളെ മറന്നോ? നിങ്ങളങ്ങനെ മറക്കാൻ പറ്റുമോ? അത് സ്ഥിരമുള്ള ഡയലോഗാ, മാറ്റി. എന്താണ് വിളിച്ചിട്ട് പോകണമെന്ന് എടുക്കണില്ല? ചുമ്മാ. ഇനിയിപ്പോൾ എന്നെ പോലെ ആവാനായിരിക്കും. എന്താ നിങ്ങൾക്ക് മാത്രം അങ്ങനെ ആവാൻ പറ്റുള്ളൂ? എനിക്കൊന്നും ആയിക്കൂടെ? എൻ്റെ പൊന്നു മോളെ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അതിനും വേണ്ടി ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? വേറൊന്നും എല്ലാവർക്കും. പിന്നെ എനിക്ക് തീരെ വയ്യ, ഭയങ്കര ക്ഷീണം. അതെന്താടോ? എനക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, പിന്നെന്താ? നിങ്ങളെ പറയണ്ട്, എനിക്കൊന്നും പണിയില്ല. നീ വീട്ടിൽ മൊത്തം പണി ഞാൻ എടുക്കണം. അത് പിന്നെ എൻ്റെ ഉത്തരവാദിത്തമല്ലേ. പിന്നെ പണിയില്ലാന്ന് മാത്രം നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് പണിയെടുക്കുമ്പോ നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ട്. എനിക്കിവിടെ പണിയെടുത്താലും ഒന്നും കിട്ടത്തില്ല. എൻ്റെ പൊന്നാര മോളെ, ഉം അത് ഈ എൻ്റെ ആവശ്യത്തിനും കൂടിയല്ലേ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിനും കൂടിയല്ലേ ഇതും ചെയ്യണേ? അത് ഞാനവിടെ ഇല്ലല്ലോ. എൻ്റെ പൊന്നു മോളെ, ഇത്രയും അങ്ങ് പിച്ചാവല്ലേ ഈ? നിങ്ങളേത് കിട്ടിയതാ? ആയിക്കോട്ടെ, കുറച്ച് ദിവസം കൊണ്ട് ഇത്തിരി പിശുക്കല് കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക്. വിളിച്ചാൽ ഫോൺ എടുക്കാത്തല്ലേ? അതും സാരമില്ല, അത് മാറിക്കോളും. പിന്നെ അത് മാത്രമൊന്നല്ല, പിന്നെ ഒന്നുമില്ല എൻ്റെ പൊന്നാര മോളെ. എനക്കിട്ട് താങ്ങാണ്ടേ എൻ്റെ കാര്യങ്ങൾ ഇന്നത്തെ. എന്റെ കാര്യങ്ങൾ എന്താ? എന്നത്തെ പോലെ നേരത്തെ എണീക്കണം, നിസ്കരിക്കണം, പണിയെടുക്കണം. പിന്നല്ലാണ്ട് നിങ്ങളെ പോലെ എന്ന് വിചാരിച്ചു ഞാൻ. അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ജസ്റ്റ് എനിക്കൊരു ഡൗട്ട് അടിച്ചു. നിങ്ങളതിന് ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്നോടല്ലാണ്ട് എൻ്റെ കാര്യം പിന്നെ ആരോടാണ് തിരക്കണേ? അതൊന്നും ചോദിക്കാൻ പാടില്ല. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം. ഞാൻ എങ്ങനെ ആവശ്യം മനസ്സിലാക്കാം? നിന്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം എനിക്ക് മനസ്സിലായേ. ഇപ്പോഴും ഇല്ലാത്ത മുന്നുണ്ടായിരുന്നല്ലോ. അതപ്പയല്ലേ, അത് മറന്നു പോകില്ലേ? പിന്നെയും മറന്നു പോകും. എന്നെ മറക്കൂലല്ലോ. അതെങ്ങനെയാണോ മറക്കണേ? എപ്പോഴും വിളിച്ചും ബഹളം ഉണ്ടാക്കി അടികൂടി ഇരിക്കുന്ന പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റും. എന്റെ ഓർമ്മകൾ മറന്നല്ലോ. അങ്ങനെയൊന്നും മറക്കില്ല. ആയിക്കോട്ടെ. എൻ്റെ ഓർമ്മകളും എൻ്റെ സ്നേഹവും ഒക്കെ മറക്കാൻ പറ്റത്തില്ല. അതൊക്കെ മറന്നാ പിന്നെ എന്ത് ജീവിതം? ആയിക്കോട്ടെ സാറേ. എന്തേ, എനക്ക് പറ്റുമോ? എനിക്കൊന്നും പറ്റത്തില്ല. എനക്ക് പറ്റുമെങ്കിൽ ഇപ്പം തന്നെ വിട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞതാ. ഞാൻ അവിടെ ആരെങ്കിലും കണ്ടുവെച്ചിട്ടുണ്ടോ? പഠിച്ചവനെ, വേണ്ട മോളെ. നീ പോണ്ട, ഈ എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നാ മതി. അങ്ങനെ വായിക്കോട്ടാ. അതാ എനിക്കിഷ്ടം. എനിക്കും. വെറുതെ ഒന്ന് പറഞ്ഞു പോയെന്നും പറഞ്ഞു ഇത്രയ്ക്ക് അങ്ങോട്ട് ദേഷ്യപ്പെടണം? ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ഇപ്പം ഞാൻ പോയാ എന്ത് ചെയ്യൂടോ? പോയാലോ? ഒന്ന് പോയി നോക്കി നോക്കൂ. അല്ല, പോയാലോ? ഇങ്ങനെയാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, പോയി നോക്ക്. അപ്പോഴല്ലേ എന്റെ പ്രതികരണം എന്താന്നൊക്കെ മനസ്സിലാവുള്ളൂ. എവിടെ വരെ വരാനാ? എവിടെ വരെ വരാനാ? ഞാൻ എവിടെ വരെങ്കിലും എത്തും. നോക്കാം നമുക്ക് എന്തായാലും. അപ്പോ പോവാനുള്ള ഉദ്ദേശമുണ്ട്. അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് എൻ്റെ വായിലിരിക്കണമെന്ന് കേൾക്കണമെന്നൊരു ബോധി തോന്നിട്ട് ചോദിച്ചു. കൊറേ നാളായി നമ്മള് എന്റെ വായകളൊക്കെ കുറച്ച് കേട്ടിട്ട്. വേണ്ട.